ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വളരെ നോട്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു, അവർ പറയുന്നത് താങ്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നോട്ടിയായിരുന്നു എന്ന്, ദിവസവും അടി വാങ്ങുമായിരുന്നെന്ന്. ഞാൻ ഇപ്പോഴും പല സ്ഥലത്തുനിന്നും അടി മേടിക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ സ്കൂളിൽ ഞാൻ വളരെ നോട്ടിയായിരുന്നു. പിന്നെ എൻ്റെ ടീച്ചർ പറയും എൻ്റെ ചിരി ഡെവിൾസിൻ്റേത് പോലെയാണെന്ന്. അതായത് ചെകുത്താൻ്റെ ചിരി. ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എന്നെ വഴക്കൊന്നും പറയില്ല, വെറുതെ വിടും. എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. സ്കൂളിൽ വെച്ച് ഞാൻ ഒരിക്കൽ കെമിസ്ട്രി ലാബിൽ ചില സാധനങ്ങൾ പൊട്ടിച്ചു. അത് ടീച്ചർ അറിഞ്ഞ് കൈയോടെ പിടികൂടിയപ്പോൾ ഞാൻ ഉടനെ തന്നെ അവരുടെ മുമ്പിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാനപ്പോൾ പറഞ്ഞു, അച്ഛനും അമ്മയും അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഒരുപാട് വഴക്ക് പറയും. അതുപോലെ തന്നെയാണ് എനിക്ക് ടീച്ചറും എൻ്റെ അമ്മയെ പോലെയാണെന്ന്. അവരുടെ പേര് മിസ് സജിദേവ എന്നാണ്. അവരിപ്പോൾ പ്രോഗ്രാം കാണുന്നുണ്ടാവും. ഞാൻ നല്ലവണ്ണം കരയും. എനിക്ക് കരഞ്ഞഭിനയിച്ച കണ്ണീര് വരുത്താൻ അറിയാം. എന്റെ കരച്ചിൽ കേട്ട അവർ പറയും, ശരി ശരി, നീ കുഴപ്പമില്ല, നീ ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് സാരമില്ല, ഞാൻ നിന്റെ അമ്മയെ പോലെയല്ലേ എന്ന് പറയും. ഞാൻ തിരിഞ്ഞു നിന്ന് ചിരിക്കാൻ തുടങ്ങും. പക്ഷേ അവര് കരുതും ഞാൻ ഏങ്ങി ഏങ്ങി കരയാണെന്ന്, അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട്. എന്നിട്ട് ബെഞ്ചിലേക്ക് ചെന്ന് എന്റെ ഡെസ്ക് ഓപ്പൺ ചെയ്ത് തല അതിനകത്ത് വെച്ച് കിടന്നുറങ്ങും. നീ ഉറങ്ങിക്കോ, ഞാൻ നിന്റെ അമ്മയെ പോലെയെന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും പേര് ചീത്തയാക്കിയിട്ടുണ്ട്, അടി വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ നോട്ടിയായിരുന്നു. അരമതിലെ കാലാട്ടിക്കൊണ്ടേയിരിക്കും, പോകുന്ന പെമ്പിള്ളേർക്കൊക്കെ ഫ്ലൈയിങ് കിസ് കൊടുക്കുമെന്നൊക്കെ കേട്ടു. അതാണല്ലോ ഞാൻ എന്റെ പ്രൊഫഷനാക്കി മാറ്റിയത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഇതുപോലെ. പിന്നെ ഒരു സംഭവം ഉണ്ടായി. അതായത് എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ലേഡി, കാണാൻ ഒരു 16 വയസ്സുണ്ടാവും. അന്ന് എനിക്കൊരു 5 വയസ്സ് കാണും. ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. അവര് എന്റെ വീട്ടിൽ വന്ന് എന്റെ അച്ഛനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഇവൻ നിങ്ങളുടെ മോൻ എന്റെ അടുത്ത് ചുമരിലിരുന്നുകൊണ്ട് കൈകാട്ടി വിളിക്കുന്നു, വിസിലടിക്കുന്നു, ഹായ് പറയുന്നു, സ്വീറ്റാട്ടെന്ന് വിളിച്ചു പറഞ്ഞു. എന്റെ അച്ഛൻ ഉടനെ പറഞ്ഞു, ഇവനൊരിക്കലും അങ്ങനെ പറയില്ല, ഇവൻ 5 വയസ്സേ ആയിട്ടുള്ളൂ, അടുത്ത വീട്ടിലെ ചെക്കനായിരിക്കും സ്വീറ്റാട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അടുത്ത വീട്ടിലൊരു പയ്യനുണ്ടായിരുന്നു, അവർക്ക് സ്റ്റേഷനറി കടയായിരുന്നു. അവന്റെ പേര് സുഭാഷ് എന്നാ. ഈ പഴി നേരെ അവന്റെ മേൽ ചാരി. പിന്നെ എന്റെ അച്ഛൻ ആ പെൺകുട്ടിയോട് ഇരിക്കാൻ പറഞ്ഞ് എന്റെ മോനെ ശരിക്കും നോക്കാൻ പറഞ്ഞു. എനിക്ക് 5 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ, സോറി ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അകത്തേക്ക് ഓടി വന്നിട്ട്, ഹായ് സ്വീറ്റാർട്ട്. പക്ഷേ ഇപ്പൊ ഞാൻ സമ്മതിക്കുകയാണ്, അത് ചെയ്തത് ഞാനാണെന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ 25 വർഷമായിട്ട് മുംബൈയിലുണ്ടായിട്ടും ആ കുസൃതിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതെ അതെ, പെണ്ണുങ്ങളെ കിസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ. അതില് കുസൃതിക്ക് കുറവൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്റെ മക്കളൊക്കെ വളർന്നല്ലോ. അവരെ എന്നോട് പറയും, അച്ഛനൊരിക്കലും ഇങ്ങനെ ചെയ്യരുത്, അച്ഛനിപ്പോ പഴയതുപോലെയല്ല, അച്ഛന് പ്രായമായെന്ന്, അച്ഛനിങ്ങനെ നോട്ടിയായിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ലെന്ന് പറയും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്കാണ് പ്രായമായിരിക്കുന്നത്, എനിക്കല്ലെന്ന്. സോ ഞാൻ ഇന്നും അങ്ങനെയാണ്, ഇപ്പോഴും നോട്ടിയാ. പിന്നെ ഞാൻ അത്രയ്ക്ക് ഹാംഫുൾ അല്ല. അതായത് ഞാൻ ആരെയും ശല്യം ചെയ്യില്ല, ആരെയും അപമാനിക്കാനും പോവില്ല. ചിലപ്പോഴൊക്കെ സംഭവിച്ചിരിക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ മാപ്പ് ചോദിക്കും. ഞാൻ ഇപ്പോഴും നോട്ടി തന്നെ. അപ്പോഴേ താങ്കൾക്ക് ഒരു ആക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. താങ്കളുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ അപ്പോഴേ ധർമ്മേന്ദ്രയുടെ ഹെയർ കട്ട് അല്ലെങ്കിൽ അമിതാഭ് ഹെയർ കട്ട് വേണമെന്ന് പറയുമെന്ന്. അതെ അതെ, ഒരിക്കൽ ഗോൾഡ് മാർക്കറ്റിലൂടെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, കൊളംബസ് സ്ട്രിക്റ്റായ സ്കൂൾ, അന്ന് എന്റെ മുടി ലോങ് ആയിരുന്നു. സോ പ്രിൻസിപ്പൾ എന്നെ അസംബ്ലിയിൽ നിന്ന് പറഞ്ഞയക്കും, മുടി വെട്ടിയിട്ട് സ്കൂളിൽ കയറിയാൽ മതി എന്ന് പറയും. പിന്നെ അവിടുത്തെ ബ്രദേഴ്സും എന്നെ വഴക്ക് പറഞ്ഞ് പുറത്താക്കും. ഞാൻ അടുത്ത ദിവസം അതിരാവിലെ ഗോൾഡ് മാർക്കറ്റിലേക്ക് പോകും. അവിടെ കണ്ണൊക്കെ തിരുമ്മി കൊണ്ട് ഒരാൾ ഇരിപ്പുണ്ടാവും. പാതി ഉറക്കത്തിലായിരിക്കും അയാള്. ധർമ്മേന്ദ്രയുടെ ഹെയർ കട്ട് മതിയോ അമിതാഭ് ബച്ചന്റെ ഹെയർ കട്ട് മതിയോ എന്ന് ചോദിക്കും. ഞാനിത് ഓരോ ആഴ്ചയും മാറ്റിക്കൊണ്ടിരിക്കും. ഒരാഴ്ച അമിതാഭ് ബച്ചൻ ഹെയർ കട്ട്, അടുത്ത ആഴ്ച ധർമ്മേന്ദ്ര ഹെയർ കട്ട്. എനിക്ക് എപ്പോഴും അദ്ദേഹമാണ് മുടി കട്ട് ചെയ്യാറുള്ളത്. വളരെ വളരെ മോശമായിട്ടായിരിക്കും കട്ട് ചെയ്യുക. അപ്പോ ആക്ടിംഗ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു, അതോ യുവാവായതിനു ശേഷമാണോ? അല്ല, ശരിക്കും ഞാനൊരു സ്പോർട്സ്മാൻ ആകാൻ ആഗ്രഹിച്ചത്. എനിക്ക് എന്റെ രാജ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്പോർട്സിൽ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഹോക്കിയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഫുട്ബോളിൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണമെന്ന്. പിന്നെ ഞാൻ വളരെ നന്നായി ഹോക്കി കളിക്കുമായിരുന്നു. എനിക്ക് നന്നായി വഴങ്ങുമെന്ന് അറിയാമായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ ഹോക്കി ടീമിൽ ചേരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രധാന കളിക്കാരനാവാൻ. ആ സമയത്താണ് എനിക്ക് വലിയ പരിക്ക് പറ്റിയത്. എന്റെ മുതുകത്തൊരു വലിയ പരിക്ക് പറ്റി. അതിനുശേഷം എനിക്ക് കുനിഞ്ഞ് കളിക്കാൻ പറ്റാതായി. സ്പോർട്സ്മാൻ ആവുക എന്ന സ്വപ്നം അതോടെ ഇല്ലാതായി. അത് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അവിടെ ഒരു പ്ലേ നടക്കുന്നുണ്ട് ലേഡീസ് ശ്രീറാം കോളേജിൽ. 80 സ്ത്രീകളുടെയും 10 പുരുഷന്മാരുടെയും റോൾ ഉണ്ടെന്ന്. പിന്നെ അവിടെ സ്ത്രീകൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഞാൻ പോയത്. വൈകുന്നേരം വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. അവിടെ മേരി ജോൺ എന്നൊരാളായിരുന്നു ടീച്ച് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ അന്ന് തിയേറ്ററിലേക്ക് പോയി. എന്റെ സ്പോർട്സ് കരിയർ അവസാനിച്ച വിഷമത്തിലായിരുന്നു ഞാൻ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ടെലിവിഷനിൽ വളരെ ഏർജായി വന്നു. പിന്നെ എനിക്ക് ടിവിയിൽ 4G ഒരു റോള് കിട്ടി. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പടം കിട്ടി. ജെന്യൂൻലി
ഫിലിം ആക്ടറാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഞാൻ മുംബൈയിൽ ചെന്നപ്പോൾ എന്റെ തിയേറ്റർ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതായത് മേരി ജോൺ. എത്ര ദിവസത്തേക്കെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അപ്പോഴേക്കും പുറത്താക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി, ഞാൻ വല്ലാത്ത ദുഃഖത്തിലാണ്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോ 25 വർഷം കഴിഞ്ഞിട്ടും ചോദിക്കുക എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന്. അതായത് പാതി പേര് അവിടെ നിന്ന് എന്നെ പുറത്താക്കാൻ ശ്രമിച്ചു, പാതി പേര് എന്നെ ഇപ്പോഴും കാത്തിരിക്കുന്നു. അതാണ് സത്യം. പക്ഷേ സിനിമയിൽ പോകണമെന്നുള്ള ഭ്രാന്തൊന്നും എനിക്കില്ല. ടീച്ചർ താങ്കളോട് മുംബൈയിലേക്ക് പോകണ്ട, ആക്ടർ ആകണ്ട അങ്ങനെ വല്ലതും പറഞ്ഞു? അതായത് ഞാനിവിടെ എത്ര പേരെ കണ്ടുമുട്ടിയിട്ടുണ്ടോ അവരുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അവരെന്നോട് പറഞ്ഞത് നിന്നെ കാണാൻ കൊള്ളില്ല, നിന്റെ മുഖവും തീരെ ശരിയല്ല എന്ന് അവരെന്നോട് പറഞ്ഞു. നിനക്ക് ആക്ടർ ആവാനുള്ള യോഗ്യതയില്ല, നീ സോഫ്റ്റ് അല്ല. ആ സമയത്ത് ഞാനൊരു ഡയറക്ടറെ മീറ്റ് ചെയ്ത് അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ പേര് മൻസൂർ ഖാൻ സാബ്. അദ്ദേഹം എന്നെ സിനിമയിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം വലിയ വലിയ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നു. കയാമത്ത് സേ കയാമത്ത് തക്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നീ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, അതായത് നിനക്ക് ഏത് റോള് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ഏത് റോള് ചെയ്യാനും തയ്യാറായി. എനിക്ക് വില്ലൻ റോൾ അപ്പോഴാണ് കിട്ടുന്നത്. ജനങ്ങൾ ഞാൻ ബുദ്ധിമാനാണെന്ന് കരുതി, ഞാൻ അതുപോലെ തന്നെ ചെയ്തു. പക്ഷേ പലരും എന്നോട് പറഞ്ഞു, ഡൽഹിയിലുള്ളവർ ഇതും പറഞ്ഞിരുന്നു, താങ്കളോട് താങ്കളുടെ അമ്മയ്ക്ക് നല്ല വിശ്വാസമാണെന്ന്. അമ്മ പറഞ്ഞു എന്ന്, ഷാരൂഖ് മുംബൈ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. അതെ അതെ, എല്ലാ അമ്മമാരും അങ്ങനെയാ. എന്റെ അമ്മ എന്താ കരുതിയെന്ന് വെച്ചാൽ, എന്റെ അമ്മയൊഴിച്ച് ബാക്കി ആരും ഞാൻ ആക്ടർ ആവുമെന്ന് വിശ്വസിച്ചിട്ടില്ല. പിന്നെ അവർ തന്നെ പറയും ഇല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്റെ മകൻ, അവര് ഹൈദരാബാദിലെ സംസാരിക്കുക, എന്റെ മകൻ ദിലീപ് കുമാറിനെ പോലെ ഉണ്ടെന്ന് പറയും. ഇവൻ വളർന്നു കഴിയുമ്പോൾ ദിലീപ് കുമാർ ആവുമെന്ന് പറയും. പക്ഷേ ഇത് കേൾക്കുന്നവരൊക്കെ ഇവൻ ദിലീപ് കുമാർ എന്ന് പറഞ്ഞ് കളിയാക്കും. ഇവനെ അതിനൊന്നും അയക്കരുതെന്ന് പറഞ്ഞ് അമ്മയെ ഉപദേശിക്കും. പിന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഇതാണ്. എന്റെ അമ്മ എന്റെ TV ഷോസും കണ്ടില്ല, എന്റെ സിനിമകളും കണ്ടില്ല, അതിനു മുമ്പേ പോയി. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, എല്ലാവരും എന്നെക്കുറിച്ച് കരുതും ഞാൻ വലിയ ആംബിഷ്യസ് ആണെന്ന്. പിന്നെ ഞാനെല്ലാം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും, വലിയ പണക്കാരനാവണം. അതായത് ഞാൻ എത്ര വലിയ സ്റ്റാർ ആവണമെന്ന് വെച്ചാൽ എന്റെ അമ്മ എന്നെ ഹെവനിൽ നിന്ന് കണ്ട് ആസ്വദിക്കണം. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം, എന്റെ ലൈഫിലെ ഡ്രീം ഇതായിരുന്നു. ഡൽഹിയിലുള്ളവർ ഇക്കാര്യവും പറഞ്ഞിരുന്നു, താങ്കൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ താങ്കൾക്ക് ഗുരുവിനെ പോലുള്ളവരും അതുപോലെ ആർട്ടിസ്റ്റുകളും ഒക്കെ വരും, അവരുടെ മടിയിൽ താങ്കൾ. അതെ, എന്റെ അച്ഛൻ, ഞങ്ങൾ വളരെ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഒരു ചെറിയ മെസ്സ്, അതായത് ക്യാൻറ്റീൻ നടത്തുമായിരുന്നു. എന്റെ അനിയത്തി മോഡേൺ സ്കൂളിലാണ് പഠിച്ചത്, അത് 3:30 വരെയാണ്. കൊളംബസ് 1:30 തീരും. അപ്പൊ ഞാൻ ക്യാൻറ്റീനിൽ വന്നിരിക്കും. അപ്പോ രാജ് ബബ്ബർ സാർ, അജിത് വജാനിജി, രോഹിണി ഹത്തൻഗഡിജി, സുരേഖ ശേഖർജി, മനോഹർ സിംഗ് ജി, അങ്ങനെ എല്ലാവരും, ഒരുപാട് പേര്, അൽക്കാസി സാബ്, ഇവർക്കെല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇവരുടെ എല്ലാവരുടെയും മടിയിൽ കയറി ഞാനിരിക്കും. പിന്നെ ഇന്ത്യയിലെ വലിയ വലിയ പ്ലേയേഴ്സിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സ്, തുഗ്ലക്, റസിയ സുൽത്താന, സൂരജ് കാ സാത്വ ഗൌഡ, വലിയ വലിയ ആളുകൾ. ഇവരുടെയൊക്കെ മടിത്തട്ടിൽ വളർന്നുകൊണ്ടായിരിക്കാം ഞാനൊരു വലിയ ആക്ടറായി തീർന്നത്. ഞാൻ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, പക്ഷെ കാലത്തെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഞാനന്ന് പ്രാക്ടീസ് ചെയ്ത ഡയലോഗ്സ് ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അജിത് വജാനിയുടെ. ഇപ്പൊ ഞാൻ ये दुरुस्त है कि मैं गुलाम हूँ, मिट्टी सा सिया जिसे कदमों के नीचे रोन दिया गया हो, लेकिन हमें ये एक ही रुतबा देता है। खुदा की नजर में हम एक हैं, खुदा और खून और रंग से नहीं अमल से परखता है। रजिया सुल्ताना, ऐसा सब അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കൊരു 8-9 വയസ്സുണ്ടാവും. ദിവസം മുഴുവനും ഞാൻ അവരുടെ അഭിനയം കണ്ടുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ രാജ് ബബ്ബർ സാറിനെ ബബ്ബർ ഷേറങ്കിൾ എന്നാ പറയാറ്. എനിക്ക് അദ്ദേഹമായിട്ട് പൊളിറ്റിക്കലായിട്ട് ബന്ധമൊന്നുമില്ല, ഫ്രണ്ട്ഷിപ്പ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പമാണ് വളർന്നത്. അദ്ദേഹം എന്നും എന്നോട് പറയാറുണ്ടായിരുന്നു, നീ ഇത്രയ്ക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും NSDയുടെ കാറ്റ് നിന്റെ മേൽ വീശിയിട്ടുണ്ടെന്നാണ്. അവിടെ വലിയ വലിയ ആക്ടേഴ്സ് ഉണ്ട്, നീയാണെങ്കിൽ വളരെ യങ്ങല്ലേ. പക്ഷേ അവരാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയാം. സിനിമയിലല്ല, തിയേറ്ററിലാണ് ഉള്ളത്. സോ എനിക്ക് അങ്ങനെ ഒരു ലക്കി ചാൻസ് കിട്ടി. ആരാണ് താങ്കൾക്ക് ഇത്രയും കുസൃതി ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത്? രാജ് ബബ്ബർ സാർ തന്നെ. അദ്ദേഹത്തെ ഞാൻ എനിക്ക് തോന്നിയ പോലെയൊക്കെ വഴക്ക് പറയും, എന്നാലും പറയാ. ഞങ്ങള് ആ പ്ലേയിൽ കിസ്സിംഗ് സീൻ ഉണ്ടായിരുന്നു. എന്തായാലും സോറി, റിയൽ ലൈഫ് പ്ലെയറാ. സോ ഐ തിങ്ക് രോഹിണിയുമായി അദ്ദേഹത്തിന് കിസ്സിംഗ് സീൻ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിൾ നിങ്ങൾ ശരിക്കും ഹിസ് ചെയ്തോന്ന്. അദ്ദേഹം പറയും, മോനെ നീ പോയി ആന്റിയോട് ചോദിക്കുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ തമാശ പറയും. അതായത് ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ എന്നോട് പറയും. എന്തായാലും എന്നോട് ഭയങ്കര സ്നേഹമാണ്, എപ്പോഴും സ്നേഹത്തോടെ മാത്രമേ സംസാരിക്കൂ. പക്ഷെ ഇപ്പോഴും ആ കുസൃതി താങ്കളുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ടിവിയിൽ താങ്കളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നവരെ ഒരു വഴിയാക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുമെന്ന്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ TV-യില് ഒരുപാട് പേര് പല വിധത്തിൽ സംസാരിക്കുന്നുണ്ട്, അവരെ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നും അവരുടെ ചെവി കടിച്ചു പറിച്ചിട്ട് വന്നാലോ എന്ന്. കാലത്ത് തന്നെ ന്യൂസ് വെച്ചാ എത്ര പേര് സംസാരിക്കുന്നുണ്ടെന്നറിയോ. ഞാനൊരു പ്രോഗ്രാമിൽ പറയുണ്ടായി, ചില സമയത്ത് 4 ഭാഗത്തുനിന്നും റാപ്പ് മ്യൂസിക് കേൾക്കുന്ന പോലെയാണ്. ചിലപ്പോൾ ആരാണ് സംസാരിക്കുന്നത്, ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്, എന്ത് സംസാരിക്കുന്നു, ഒരു പിടിയും കിട്ടില്ല. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങളൊരു വലിയ ജേർണലിസ്റ്റ് ആണ്, ഒരു വലിയ ജേർണലിസ്റ്റ്, വളരെ വലിയ ജേർണലിസ്റ്റ്. നിങ്ങൾ അവരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും. അവരോട്
അവരോട് പറയണം, ദയവേത് നിങ്ങൾ ഓരോരുത്തരായിട്ട് സംസാരിക്കുക, എല്ലാരും ഒരുമിച്ച് പറയില്ലെന്ന് അവര് പറയണം. കേൾക്കാൻ please. തയ്യാറാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് പറയാൻ സാധിക്കും. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല. അവര് സംസാരിക്കുന്ന നിർത്തിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ആരും ചെവി കൊടുക്കാറില്ല. ഇതെന്തിനു ചെയ്തു, ഇതെന്തിനു ചെയ്തു, ഇതെന്തിനു ചെയ്തു, ഇതെന്തിനു ചെയ്തു, ഇതെന്തിനു ചെയ്തു എന്ന്. ഇന്റർവ്യൂ കൊടുക്കുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. മിണ്ടാതിരുന്നാൽ മതി. ഇന്റർവ്യൂ ചെയ്യുന്നവർ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കും. പക്ഷേ ആപ്കി അദാലത്തിൽ താങ്കൾക്ക് അങ്ങനെയുള്ള സന്ദർഭം വേണ്ട ലഭിക്കില്ല. സർ, വേണ്ട വേണ്ട. ഉത്തരം എനിക്ക് അങ്ങനെ പറഞ്ഞേ ഒരു മതിയാകൂ. ആഗ്രഹമില്ല. എന്റെ അടുത്ത് പല അതിന് ഞാൻ മറുപടി കുറ്റാരോപണങ്ങളും ഉണ്ട്. താങ്കളുടെ നേരം പോക്ക് എന്തൊക്കെയാണ്? ഞാൻ യോഗ ചെയ്യും, പിന്നെ 2 മണിക്കൂർ ഓടും, അത് കഴിഞ്ഞ് ഞാൻ പൂജ ചെയ്യും, പിന്നെ നിസ്കരിക്കും, അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ പോകും. അവിടെ ധാരാളം നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവിടേക്ക് ചെല്ലും. സത്സംഗ്. അതെ, സത്സംഗിലേക്ക് പോവും. അവർ പറയുന്നെല്ലാം കേൾക്കും. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് നേരം പോക്കൊന്നുമില്ല. ഇപ്പൊ എന്റെ നേരം പോക്കെന്ന് പറയുന്നത് മക്കൾ മാത്രമാണ്. അതായത് എനിക്ക് പ്രത്യേകിച്ച് നേരം പോക്കില്ല. മുൻപ് എനിക്ക് ഒരുപാട് നേരം പോക്കുകൾ ഉണ്ടായിരുന്നു. ബുക്സ് വായിക്കും, പിന്നെ ഒരുപാട് സിനിമകൾ കാണും. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്റെ മക്കളുടെ കൂടെ കഴിയാനാണ് ഇഷ്ടം. ബൊമ്മകളുമായി കളിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇരിക്കും. പിന്നെ സ്ത്രീകളുടെ എന്തെങ്കിലും പ്രോഗ്രാം കാണണമെന്ന് വിചാരിച്ച, അതായത് മേക്കപ്പ് ഷോസ് കാണണമെങ്കിൽ എന്റെ മോളുടെ കൂടെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും കുസൃതി കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മോന്റെ കൂടെ ഞാൻ കറങ്ങും. വേറെ ഒരു ടൈം പാസും ഇല്ല. സിനിമ ചെയ്യുക, പിള്ളേരുടെ കൂടെ സമയം ചെലവഴിക്കുക. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഫാൻസ് ഉണ്ടാക്കണമെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഫാൻസ് എല്ലാം ഗേൾസ് ആയിരിക്കണമെന്നുള്ളത്? എന്താന്ന് വെച്ചാ, ഐ തിങ്ക് താങ്കളുടെ ഗ്രേറ്റസ്റ്റ് ഫാൻസ് എല്ലാം ലേഡീസ് ആണ്, അതുകൊണ്ടാണ്. അവര് അങ്ങനെ പറഞ്ഞത് ശരിയാണ്. പറയുകയാണെങ്കിൽ അതെ, ശരി. പക്ഷേ അതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ ഏത് സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചോ അതിലുള്ള ഫിലിം സ്റ്റാർസ് ആദ്യം അവർ തന്നെ അവരുടെ ഫാനായിരിക്കണം. സോ ഞാനത് ശ്രമിച്ചു നോക്കി. പെൺകുട്ടികളുടെ സ്കേർട്ടൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിഗ് വെച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ കാണാൻ ബോറായിരുന്നു, വൃത്തികേടായിരുന്നു എന്ന് പറയാം. ഒരു കൂടോത്രക്കാരിയുടെ പോലെ ഉണ്ടായിരുന്നു. അതായത് പെൺവേഷം എനിക്ക് ചേരില്ല, വൃത്തികേടായിരിക്കും, ഉള്ളത് പറയാലോ. സോ എനിക്ക് അഗ്ലി ഫിലിമിൽ അതുപോലെ ഒരു ചാൻസ് കിട്ടി. ഒരുപക്ഷെ അത് ഓടിയാൽ പാർട്ട് 2-ൽ എന്നെ സംബന്ധിച്ചിടത്തോളം 100% പെണ്ണുങ്ങളായിരുന്നിരിക്കണം ഫാൻസ്. അപ്പൊ പിള്ളേരൊക്കെ ആര്യൻ ഖാൻ എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ഇനി അടുത്ത സിനിമകളിൽ, ഇനി വരുന്ന സിനിമകളിലൊക്കെ പെണ്ണുങ്ങളായിരിക്കും എന്റെ ഫാൻസ്. അതെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ചില ഫാൻസ് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. രാത്രി താങ്കളുടെ വീട്ടിൽ കയറി. അതുപോലെ ധാരാളം ഫാൻസ് ഉണ്ട് രജിത് സാർ. പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. ഞാൻ തന്നെ ഷോക്കായിപ്പോയി. എന്റെ ബർത്ത്ഡേക്കൊരു പ്രസ് പാർട്ടി നടത്തിയിരുന്നു. അതിന് വലിയ വലിയ ജേർണലിസ്റ്റ്, പിന്നെ നിറയെ ആക്ടേഴ്സും വന്നിരുന്നു. അതിനിടയ്ക്ക് കൂട്ടത്തിനിടയിൽ ഒരു ഫാൻ നുഴഞ്ഞു കയറി. എന്നിട്ട് അയാളുടെ തുണി അഴിച്ച്, ഒരു പുരുഷൻ, ഭാഗ്യം, അയാളുടെ തുണി അഴിച്ച് സ്വിമ്മിംഗ് പൂളിൽ ചാടി നീന്താൻ തുടങ്ങി. എന്നിട്ട് അയാൾ മുകളിൽ കയറി വന്ന് തോർത്തെടുത്ത് തോർത്താൻ തുടങ്ങി. അതൊക്കെ അയാൾ കൊണ്ടുവന്നിരുന്നു. സെക്യൂരിറ്റി അയാളെ പിടിച്ച്, എന്താ ഈ ചെയ്യുന്ന, ഒന്നും ചെയ്യരുത്, ഞാൻ കള്ളനല്ല, ഞാൻ ഷാറൂഖ് ഖാൻ കുളിക്കുന്ന വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ് എന്നയാൾ പറഞ്ഞു. അതെ. പിന്നെ ഞാൻ കുളിച്ചു കഴിഞ്ഞു, എന്നെ പുറത്തേക്ക് വിടണമെന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തെ പിടിച്ചുവെച്ച് എനിക്ക് ഫോൺ ചെയ്തു. സാർ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ കാണാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു. ആള് പറഞ്ഞു എന്നോട് ഒരുപാട് ഹാർഡായിട്ട് പെരുമാറില്ല. ഞാൻ ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നാണ്, കുളിച്ചു കഴിഞ്ഞു, ഇനി എന്നെ വിട്ടേക്കെന്നും പറഞ്ഞ് അയാളുടെ പാട്ടിനിറങ്ങി.